പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡിൽ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ നമ്മൾ ടീച്ചറെ ഇൻസ്ട്രക്ഷൻസ്, കുഞ്ഞുങ്ങളല്ലേ, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു പോകാം. 15 minutes സ്കൂൾ ഓഫ് ടൈം ഈസ് അലോട്ടഡ് ഫോർ റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് 2, 3, 4 പ്രാവശ്യം വായിച്ചു നോക്കുക. ആൻസർ എനി 6 questions, but in question of type A or B, you need answer only one of those. തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായും അറ്റൻഡ് ചെയ്യണം. പിന്നെ A or B എന്ന് ചില ചോദ്യങ്ങളിൽ കാണും. ആ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അടുത്തത് ദ ക്വസ്റ്റ്യൻ നമ്പർ 3 and 5 ഹാവ് ഇന്റേണൽ ചോയ്സസ്. അറ്റൻഡ് എനി വൺ ഫ്രം എ പാർട്ട് എ ഓർ പാർട്ട് ബി. പിന്നെ പറയുന്നത് എന്താണ്, ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 and 5 2 ചോദ്യങ്ങളുണ്ട്. അറ്റൻഡ് എനി വൺ ഫ്രം ദ പാർട്ട് എ ഓർ പാർട്ട് ബി. ഒന്നെങ്കിൽ നിങ്ങൾ പാർട്ട് എ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ പാർട്ട് ബി മാത്രം മതി. ഏത് ചോദ്യങ്ങളിലാണ്? 3, 5 മാത്രം കേട്ടോ. നാളെ ശ്രദ്ധിച്ചോണം എക്സാം വരുമ്പോൾ. ഓക്കെ, നമുക്ക് താഴോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ഗിവൺ ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ പിക്ചർ. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. സർക്കിളിൻ്റെ 5 ഭാഗത്തിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സർക്കിൾ മുഴുവൻ നമുക്ക് എന്താണെന്നറിയാം. നിങ്ങൾ ഇവിടെ നോക്കി നിങ്ങൾ വെറുതെ ടിക്ക് ചെയ്യാൻ പോകരുത്. യഥാർത്ഥ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് എന്താ, 144 ഡിഗ്രിയെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഈ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം എങ്ങനെയല്ലേ കട്ട് ചെയ്യുന്ന. ഇങ്ങനെ എന്താ, നിങ്ങൾക്ക് എളുപ്പം മാർഗം ടീച്ചർ എപ്പോഴും പറയാറ് പകുതി 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 എഴുതി പോവുക. ഹാഫ് 144ൻ്റെ പകുതി. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? 14ൻ്റെ പകുതി എഴുതിക്കോ 7, 4ൻ്റെ പകുതി 2. ഇനി 3ൻ്റെ പകുതി പറ്റത്തില്ല, 36 പറ്റും. 36ൻ്റെ പകുതി 18, 0 എഴുതി 180. വീണ്ടും പകുതി എഴുതിയാൽ 70ൻ്റെ പകുതി 35, 2ൻ്റെ പകുതി 1. അപ്പോൾ 35, 1, 36. ഈസി മെത്തേഡിലൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പകുതി ആക്കിയോ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലെ ചെയ്യുക. സോ ഇത് 19 ആവും. വീണ്ടും കട്ട് ചെയ്തു. 36ൻ്റെ പകുതി 18, 90ൻ്റെ പകുതി 45. സോ ദാ ഒരൊറ്റ സംഖ്യ വന്നു. ഓഡ് നമ്പർ വന്നാൽ പിന്നെ ഹാഫ് ആക്കാൻ പറ്റില്ല അല്ലേ? 5 വന്നില്ല, അപ്പം പകുതിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 2 നമ്പറും ആരുടെ പട്ടികയിലുണ്ട്? നിങ്ങൾ 3യുടെ പട്ടികയിലുണ്ട്, 9ൻ്റെ പട്ടികയിലുണ്ട്. 9 2s are 18. ചൊല്ലുന്ന പട്ടിക മനസ്സിൽ വെച്ചിട്ട് മറ്റു നമ്പർ എഴുതുക. 9 2s are 18, 9 5s are 45, 2/5. സോ 2/5 എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. സോ 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് എന്നല്ല, അത് ശരിയാണ്. 1/3 അല്ല. ഇനി 2/5 ആണോ നോക്കാം. ഇല്ല, 4/5 ആണ്. ഞാൻ നോക്കാം. നമുക്കൊരു തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഈക്വൽ ആക്കാനുള്ള മാർഗം നിങ്ങൾക്കറിയാലോ. ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പം അതിന് തുല്യമായി തന്നെ വരും. സോ 2 2s are ഇവിടെ 4 വരും, 5 2s are 10 വരും. അപ്പോൾ 4/10 എന്നുണ്ടെങ്കിൽ ഇതിന് ഈക്വലായിട്ടുള്ള ഈക്വലൻ്റ് ഫ്രാക്ഷനാണ്, ഇതിന് തുല്യമായ ഫ്രാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4/10 എന്നൊരു ഓപ്ഷൻ എന്താ ഇവിടെ? ഇത് രണ്ടും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 1 only കറക്റ്റ്, ശരിയാണോ? അല്ല. 1 and 4 കറക്റ്റ്, 1ഉം 4ഉം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 and 2 കറക്റ്റ്, 1ഉം 2ഉം തെറ്റാണ്. 4 only കറക്റ്റ്, 4 മാത്രമേ ശരിയുള്ളൂ. അല്ല, 1 and 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി ഡ്രോ ദ ഫിഗർ ഗിവൺ മെഷർമെൻറ്റ്. ഇത് ടീച്ചർ പറയുന്നില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു പ്രൊട്രാക്ടർ ഉപയോഗിച്ച്. ഇത് 60 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ഇതിൻ്റെ ലെങ്ത് അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. കാൽക്കുലേറ്റ് ചെയ്താലും കുഴപ്പമില്ല.
60 മെഷർ ചെയ്തിട്ട് 4.5 എടുക്കുന്നു. ഇനി ദെൻ ഇവിടെ ഈ ഒരു സിമ്പിളിൻ്റെ അർത്ഥം 90 ഡിഗ്രിയാണ്. സോ 90 ഡിഗ്രി നമ്മൾ ഇവിടുന്ന് വരച്ചു, 4 സെൻറ്റിമീറ്റർ വരച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്ത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതി. ഇവിടെ റൈറ്റ് ആംഗിൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു ചോദ്യമാണ്, പേടിക്കൊന്നും വേണ്ട. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം ഈസ് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു ബ്ലോക്ക് എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇത്ര 3 സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ പിള്ളേരെ, നിങ്ങൾ നോക്ക് ക്വസ്റ്റ്യൻ ശരിക്കും നിങ്ങൾ ഇത് മാത്രം നോക്കി ഇതൊക്കെ കണ്ടിടണം. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം, അതിൻ്റെ വോളിയം 48 ആണ്. അപ്പോൾ ഈ 3 മൾട്ടിപ്ലൈ ചെയ്ത ഏതിലാണ് 48 വരുന്നതെന്ന് നോക്കണ്ടേ. ഇവിടെ 4 3s are 12 3s are ഇവിടെ 36 വരുന്നത്, ശരിയല്ല. 6 4 24 × 2. ഓക്കെ, ഇത് 48 വരുന്നുണ്ട്, ശരിയാണ്. 6 4 24 × 3 72, ഇത് ശരിയല്ല. 4 4s are 16 × 4 64. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം. എ റെക്റ്റാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദ അക്വേറിയം ഹോൾഡ്? ഒരു അക്വേറിയത്തിൻ്റെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. 50 25 50 40 25 എന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ ആ അക്വേറിയത്തിൽ കൊള്ളുന്ന വാട്ടറിൻ്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ അക്വേറിയത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ ഇൻറ്റു 40 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 20 20 × 25 50 വരും. എത്ര സീറോ ഉണ്ട്? 1 2 3 സീറോ. ഓക്കെ, സോ 50,000 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് അതിനകത്ത് കൊള്ളുന്ന വാട്ടറിൻ്റെ സെൻറ്റിമീറ്റർ ക്യൂബിലുള്ള അളവ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ദ വോളിയം ഇൻറ്റു ലിറ്റേഴ്സ്. വോളിയത്തിനെ ലിറ്ററാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയണം മക്കളെ. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. അപ്പോൾ 50,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോളിയം നമ്മൾ ലിറ്റേഴ്സിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണമെന്നറിയോ? 50,000-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പെർ ലിറ്റർ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സീറോസ് 3 കട്ടായി. ബാക്കി എന്ത് വരും? 50 ലിറ്റേഴ്സ്. ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ഓപ്ഷൻ സി. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റേഴ്സ്. ആ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് 25 ആണ്. അപ്പോൾ 20 ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് ഫുൾ 25 ആയിരുന്നു എന്ന് വിചാരിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ 50 ലിറ്റർ അതിനകത്ത് കൊള്ളുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ 25 ലിറ്റർ വരെ വെള്ളമില്ല. എവിടെ വരെ ഉള്ളൂ? ഇത്രയും വാട്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ എത്ര ലിറ്റർ ഓഫ് വാട്ടറാണ് അവിടെ ഉള്ളത് എന്ന് ഈ വാട്ടറിൻ്റെ അളവാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനകത്തുള്ള ഈ വാട്ടറിൻ്റെ അളവ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെ എന്താ ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 20 ആയിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? 25 എന്നുള്ളത് 20 ആയിട്ടുണ്ട്. ദെൻ വോളിയം ഈക്വൽ ടു length into breadth into height, that is equal to 50 into 40 into 20, that is equal to 4 20 into 2 40,000 അല്ലേ? 40,000 സെൻറ്റിമീറ്റർ ക്യൂബ്. എത്ര ലിറ്റർ വാട്ടർ കൊള്ളുമെന്ന് ചോദിച്ചാൽ അത്രയും പൊക്കത്തിലുള്ള
വെള്ളത്തിൻ്റെ അളവ് എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ദാറ്റ് ഈസ് ഈക്വൽ ടു അതിന് ഇതിൽ തന്നെ പറഞ്ഞാൽ പോരെ, 1000 cm³ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അവർ ആൻസർ ഈസ് 40 liters. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ തേർഡ് ക്വസ്റ്റ്യൻ ഹാസ് 2 questions. മൂന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 3A and 3B. യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ 3A ഫുൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. 3Aയിലെ ഈ A ക്വസ്റ്റ്യൻ മാത്രം നോക്കി ഇത് B മാത്രം ചെയ്തു, അല്ലെങ്കിൽ A മാത്രം ചെയ്തു, എന്നിട്ട് ബാക്കി പോയി Bയിൽ ചെയ്യരുത്. ഒന്നെങ്കിൽ നിങ്ങൾ Aയിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതർവൈസ് നിങ്ങൾ 3Bയിലെ മറ്റു ബാക്കി ഓപ്ഷൻസ് താഴേക്ക് ഞാൻ കാണിച്ചു തരാം. 3Bയിലെ മറ്റു ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം? മാറിപ്പോയി, ഇത് നോക്ക്, കണ്ടോ 3Bയിൽ ഇതാ വേറൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഒരു മിനിറ്റ് മക്കളെ, ഇത് കണ്ടോ 3Bയിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ABC ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3Aയിൽ ABC ഓപ്ഷൻ. ഒന്നെങ്കിൽ നിങ്ങൾ 3Aയിലെ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ 3Bയിലെ ക്വസ്റ്റ്യൻ ചെയ്യുക. രണ്ടും കൂടി ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുപോലെ ഒന്നിലെ തന്നെ കുറച്ച് ഭാഗം ചെയ്തിട്ട് പോവുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് 3Aയുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ്, അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഈസ് 5/15. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1/3 1/3നെ 1/3യുടെ മറ്റൊരു ഫോമാണ് എന്ത്? 5/15. അതായത് ഈ വിത്ത് 15 ആസ് എ ഡിനോമിനേറ്റർ ഈസ് 5/15. അതായത് ലൈക്ക് ടൈംസ് നമ്മൾ ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു, 1/3 എന്ന നമ്പറിൻ്റെ ലൈക്ക് ടൈംസ് നമുക്ക് × 2 ചെയ്ത് ചെയ്യാം. പിന്നെ 1/3 × 3 കൃത്യമായ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്തോ നമുക്ക് പുതിയ ലൈക്ക് ടൈംസിനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്താ? ഇത് 2/6 ലൈക്ക് ടൈമാണ്, 3 3s are 9 ലൈക്ക് ടൈമാണ്, 4/12 ലൈക്ക് ടൈമാണ്. ഇനി 1 × 5/3 × 5 ചെയ്താൽ 5/15. അപ്പോൾ അതാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/3യുടെ ഒരു ലൈക്ക് ടൈമാണ് 5/15 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. 1 and 3 in 1/3. 1/3യിലെ 1നെയും 3നെയും ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5 വി ഗെറ്റ് 5/15. എങ്ങനെയാണ് 5/15 കിട്ടുന്നത്? ഈ 1/3 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ 1നെയും 3നെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5/15. സോ ദ റീസൺ ഈസ് ഓൾസോ ഈ കറക്റ്റാണ് അല്ലേ? ഇനി നോക്കൂ, ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണല്ലോ. അടുത്തത്, ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട്. രണ്ടും തെറ്റാന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. പിന്നെ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, റീസൺ ശരിയാണ്, അത് തെറ്റാ. എന്താ ശരി? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, റീസൺ ശരിയാണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. അപ്പോൾ ഇതാണ് ശരിയായ ഉത്തരം. ഇനി ബി എന്താണ്? റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ഹാവ് സെയിം ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഇതൊന്ന് വായിച്ചിട്ട് വരാമേ. ഇവിടെ രണ്ടാം ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ദാറ്റ് ഹാവ് ദ സെയിം ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് 1/3യുടെയും 1/5ഉം എന്താണ് നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കി 2 രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3യുടെയും 5ൻ്റെയും കോമൺ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്താൽ മതി അല്ലേ? കോമൺ മൾട്ടിപ്പിൾസ് 3യുടെയും 5ൻ്റെയും ആർക്ക് വരും? 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 3 1s are 3, 3 2s are 6, 3 4s are 12, 3 5s are 15, 3 6s are 18, 3 7s are 21, 3 8s are 24, 3 9s are 27, 3 10s are 30. ഇവിടെ വരെയൊക്കെ എഴുതാം. അതുപോലെ 5ൻ്റെ എഴുതിയാൽ 5 1s are 5, 5 2s are 10, 5 3s are 15, 5 4s are 20, 5 5s are 25, 5 6s are 30. So
ഒരേപോലെ വന്നത് രണ്ട് കോമൺ മൾട്ടിപ്പിൾസ് ഇവിടെ വന്നു അല്ലേ. 15 വന്നു. എഗെയിൻ രണ്ടിലുള്ളത് ആരാ? 30 വന്നു. ദീസ് ആർ ദ 2 കോമൺ മൾട്ടിപ്പിൾസ് അല്ലേ. ഇതിങ്ങനെ എഴുതി നോക്കാതെ വളരെ വേഗം നിങ്ങളുടെ തലയിൽ ഇത് വരണം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഫസ്റ്റ് 15 അല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ കോമൺ മൾട്ടിപ്പിൾ ആക്കാൻ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതെന്തായി? 5/15, 3/15. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഈ രണ്ട് രീതിയിൽ മാറി. ഇനി നമുക്ക് ഒരു ജോഡിയും കൂടെ വേണേൽ കണ്ടുപിടിക്കാനുണ്ട്. 30 ആക്കാമല്ലോ. 1/3നെയും 1/5നെയും 30 ആക്കാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ 30 ആക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്തായി? 10/30, 6/30 കണ്ട. അപ്പോൾ ഇതെന്തായി? രണ്ടും ഒരേ ഡിനോമിനേറ്ററിലെ രണ്ട് രീതി. ഒരെണ്ണം എഴുതിയാലും മതി കേട്ടോ മക്കളെ. Then the third question, if 52 kilogram of rice is packed equally in 8 packets, how many kilogram of rice will be in each packet? അപ്പോൾ ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം അരി വീതം ഉണ്ടെന്നാണ്. അപ്പോൾ എത്രയായിട്ടാണോ വീതിക്കുന്നത് അത് നമ്മൾ താഴെ എഴുതണം. എവിടെ? ഡിനോമിനേറ്ററിൽ. സോ 52 ഡിവൈഡഡ് ബൈ 80. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡിവിഷനാണോ അതോ പുതിയ മെത്തേഡ് ഡിവിഷനാണോ എളുപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. സ്വാഭാവികമായ ഡിവിഷൻ, അതായത് പഴയകാല രീതി ഡിവൈഡ് ചെയ്യുന്നത് നമ്മളിങ്ങനെ 52 എഴുതും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 8ൻ്റെ ടേബിൾ ചൊല്ലും. 8 6s are 6 8 48. റിമൈൻഡർ 4 വരും. പോയിൻ്റ് ഇട്ടു. 40-നകത്ത് 8 5 തവണ. സോ ആൻസർ ഈസ് 6. ഒരു പാക്കറ്റിനകത്ത് 6.5 kg ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അല്ലാത്ത രീതി എങ്ങനെയാണ് പഠിക്കുക? 52നെ നമ്മൾ 52 ഡിവൈഡഡ് ബൈ 8 ആണല്ലോ. സോ നമ്മൾ ഈ 8ൻ്റെ ടേബിളുമായിട്ട് ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യുക. അതായത് 42നെ വേണമെങ്കിൽ നമുക്ക് 48 + 4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 8. സോ 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 ആണ്. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ എന്ത് പകുതി എഴുതിയാൽ മതി. ഹാഫ് എഴുതിയാൽ 2/4 വരും. വീണ്ടും ഹാഫ് എഴുതിയാൽ 1/2. അപ്പോൾ 6 1/2 6.5 കിലോഗ്രാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3A ചെയ്യാം, അല്ലെങ്കിൽ 3B ചെയ്യാം. അപ്പോൾ 3B ടീച്ചറൊന്ന് പറഞ്ഞേക്കാം. അനദർ ഫോം ഓഫ് ദ ഫ്രാക്ഷൻ ഇൻ കോളം A ഈസ് ഗിവൺ ഇൻ കോളം B. അപ്പോൾ ഇവിടെ എയിലും ബിയിലുമായിട്ട് കുറച്ച് ഫ്രാക്ഷൻസ് കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യാണ്. 5/6ന് ഈക്വൽ ആയിട്ടുള്ളത് ആരാണെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 5/6നെ ഒന്ന് ഈക്വൽ ഫ്രാക്ഷൻ ആക്കി നോക്കാം. ഒരു 5/6നെ × 2 ചെയ്ത് നോക്കാമേ. ആ ഉത്തരം അവിടെ ഉണ്ടോ എന്ന് നോക്കാം. 5 2s are 10/12. അങ്ങനത്തെ ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത് ഞാൻ ടീച്ചർ കിട്ടിയില്ലെങ്കിൽ 5 × 3 6 × 3 ചെയ്യും. 5 × 4 അങ്ങനെ ചെയ്ത് നോക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ നമ്മൾ 2 ഇട്ടപ്പോഴേ എന്ത് കിട്ടി? 10/. അപ്പം എക്ക് ഈക്വലായിട്ട് ആര് വന്നു? A3. ഇനി 3/4 ഉണ്ട്. ഇതേ ഐഡിയ തന്നെ നമ്മൾ ഉപയോഗിക്കുക. × 2 ചെയ്യുന്നു. 3 2s are 6/. 4 2s are 8. 6/8 എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ 2 വിട്ടിട്ട് 3/4 × 3/3 ചെയ്ത് നോക്കാം. 3 3s are 9. 4 3s are 12. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? ഉണ്ട്. കണ്ട ഇങ്ങനെ ഇപ്പോൾ റിലേഷൻ. ഇതിൻ്റെ ലാസ്റ്റിന് ഒരെണ്ണമേ ഉള്ളൂ. നോക്കാം. 2/3 × 2 ചെയ്തു ഞാൻ. രണ്ട് സൈഡിലും നിങ്ങൾ താഴെയുമുള്ള ഒരേ നമ്പർ കൊടുക്കണം. അത് മറന്നുപോലെ 4/6 ഉണ്ടോ? ഇല്ല. സോ 2/3നെ ഞാനൊരു 3 കൊണ്ട് അല്ല വേണ്ട 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 2s are 8. 4 3s are 12. സോ ആൻസർ ഈസ് 8/12. സോ ഇത് ഏതാണ് ഓപ്ഷൻ? എക്ക് എന്ത് കിട്ടി? എക്ക് 3നെ കിട്ടി. ബിക്ക് 1നെ കിട്ടി. സിക്ക് 2നെ കിട്ടി. A3 B1 C2. A3 B1 C2 ഇല്ല.
A3B1C2 ദാ ഓപ്ഷൻ ബി. കണ്ട, ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കടന്ന് വരേണ്ടത്. അടുത്ത ചോദ്യം, റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45/54, 32/72. സിംപ്ലസ്റ്റ് ഫോം എഴുതുന്നത് എങ്ങനെയാണ് മക്കളെ? ആദ്യത്തെ ചോദ്യം 45/54. അപ്പോൾ നമ്മുടെ മുമ്പിൽ പകുതിയാക്കുക എന്നുള്ള ആ ഒരു ജേണി അവസാനിച്ചു. കാരണം ഇത് കണ്ടോ, ഓഡ് നമ്പറിന് നമുക്ക് പകുതിയാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് എന്താ, ഈ 45 54 ആരുടെ ടേബിളിലുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. പകുതിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലേക്ക് യാത്ര ചെയ്യണം. സോ ഇവിടെ ഈ 54ഉം 45 ഒക്കെ ഏത് ടേബിളിൽ? 9ൻ്റെ പട്ടികയിലില്ലേ? 9 ചൊല്ലുമ്പോൾ 9 × 5 ആണ് 45. സോ 5 ഇവിടെ എഴുതി. 9 × എന്താണ് 54? 6 9 54. സോ 5/6 തീർന്നു. ഇനി ഇത് ചെറുതാക്കാൻ പറ്റില്ല. ഇതൊരാൾ പ്രൈം നമ്പറാണ്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 5/6. ഇനി സെക്കൻഡ് വൺ 32/72. ഇത് ഹാഫ് ആക്കാം അല്ലേ? പകുതി ആക്കാമല്ലോ. ദിസ് ഈസ് 31/35 വരും. ഒരു 31/36 വരും. ഇനി നമുക്ക് ഇതിനെ എന്തുകൊണ്ട് 31? ഓ മൈ ഗോഡ്, ടീച്ചർ തെറ്റിച്ചെഴുതിയോളൂ. 32ൻ്റെ പകുതി എന്താ ഞാൻ അങ്ങനെ എഴുതിയ? 16 അല്ലേ? 32ൻ്റെ പകുതി 16. ദെൻ ഇനി ഹാഫ് ആക്കിയാൽ ഇതെന്ത് വരും? 8. 36നെ ഹാഫ് ആക്കിയാൽ 18. വീണ്ടും ഹാഫ് ആക്കിയാൽ 4/9. സോ അവർ ഫൈനൽ ആൻസർ ഈസ് ഇത്. ഇനി ചെറുതാക്കാൻ പറ്റില്ലല്ലോ, രണ്ടുപേർക്കും കോമൺ ഫാക്ടേഴ്സ് ഇല്ല. സോ our final answer is 4/9. ഇവിടെ if 20 liters of coconut oil is filled into 6 identical, ഇവിടെ ഒരു കോക്കനട്ട് ഓയിലുണ്ട്. കോക്കനട്ട് ഓയിൽ ആകെ ഈ പാത്രത്തിലുള്ളത് എത്രയാണ്? 20 liters. ഇത് നമുക്ക് എത്ര ബോട്ടിലാക്കണം? ഇങ്ങനെയുള്ള ചെറിയ 1 2 3 4 5 6. ഇതൊക്കെ ബോട്ടിലാണ് കേട്ടോ, നിങ്ങൾ ഇനി വേറെ ഒന്നും വിചാരിച്ചേക്കില്ല. ഇതെൻ്റെ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെയുള്ള 6 ബോട്ടിൽ ഞാൻ നിറയ്ക്കുകയാണ് എങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ വിൽ ബി ഇൻ ഈച്ച് ബോട്ടിൽ? ഓരോ ബോട്ടിലും എത്ര വീതം കാണും? ഇത് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ സമയമെടുത്ത് ഇതിനകത്ത് കൊടുത്തു 6. വീണ്ടും കൊടുത്തു 6. ഒരെണ്ണത്തിൽ 2ആയി. വീണ്ടും 6 കൊടുത്തു 6 3 18. ഫുള്ളായിട്ട് 3 ലിറ്റർ ഇതിനകത്ത് വരുന്നുണ്ട്. ശരിയല്ലേ? ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നെ പോയിട്ട് നമ്മുടെ 2 ലിറ്റർ മിച്ചമുണ്ട്. 2നെ എങ്ങനെ 6-നകത്ത് കൊടുക്കാം? 2നെ എങ്ങനെ കൊടുക്കാം അവിടെ മക്കളെ? 2നെ പകുതിയാക്കിയാൽ 4 കൊടുത്താൽ അപ്പോൾ പറ്റില്ല. 1/3 ആക്കണം അല്ലേ? സോ ഇത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ്? ചെയ്ത് വരുമ്പം 20 / 6 ശരിയല്ലേ? ഇനി ഹാഫ് ആക്കിയാൽ 10/3. ഇതാണ് ആൻസർ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 10/3 ലിറ്റേഴ്സ് ഓഫ് ഓയിലാണ് ഓരോന്നിനും കൊള്ളും. അപ്പോൾ 10/3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സുഖമില്ല കേൾക്കാനല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10നെ 10-നകത്ത് 3 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കുക. 3 3s are 9. റിമൈൻഡർ 1 എന്താ? 3 പോകില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് പ്രോബ്ലം നിർത്താം. ആൻസർ ഈസ് 3 1/3 ലിറ്റർ. 3/1 ഭാഗവും എവിടെ കൊള്ളും? ഈ ഒരു കുപ്പിയിൽ കൊള്ളും. ഇനി നിങ്ങൾക്ക് ഡെസിമൽ ഇടണം എന്ന് വെച്ചോ. ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ 0 കൊടുത്താൽ കുഴപ്പമില്ല. 10ൽ വീണ്ടും 3. 3 3s are 9. എഗെയിൻ 1 വരും. ഇവിടെ ഓൾറെഡി പോയിൻ്റ് ഇട്ടുകൊണ്ട് പിന്നെ 0 ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതെന്ത് വരും? 3.333 എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. എന്തായാലും 3 ലിറ്ററും കുറച്ചും കൂടി ബാലൻസ് എവിടെ കൊള്ളും? ഈ ഒരു കുപ്പിയിലുണ്ടാവും. ഓക്കെ. The fourth question, a rectangular vessel which is 80 cm long, 80 cm long. ഇവിടെ 2 യൂണിറ്റ് വന്നില്ലടാ. ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണോ ഡൗട്ടുണ്ട്.
ഇതെല്ലാം സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് സെൻറ്റിമീറ്റർ എന്ന് കൺസിഡർ ചെയ്യാം. 80 സെൻറ്റിമീറ്റർ ലോങ്, 20 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഹാസ് വാട്ടർ ഹാഫ് ഓഫ് ഇറ്റ്. അതിനകത്ത് വെള്ളം പകുതിയേ ഉള്ളൂ. ഈ അളവിലുള്ള ഈ ഒരു പാത്രത്തിനകത്ത് പകുതി വെള്ളമേ ഉള്ളൂ. എ ക്യൂബ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. ഇമേഴ്സ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, താഴ്ത്തിയിട്ടു. നമ്മൾ സാധാരണ ഒരു കുപ്പിയിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ വെള്ളം ഇങ്ങനെ പൊങ്ങി വരും അല്ലേ. തുളുമ്പി നിൽക്കുകയാണെങ്കിൽ താഴെ പോവും. അല്ലെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് കുറഞ്ഞൊരവസ്ഥയിലാണ് വെള്ളമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അതിനകത്തേക്ക് ഇട്ടാൽ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്. അപ്പോൾ ഇട്ട ക്യൂബിൻ്റെ വോളിയം കണ്ടെത്തണം, ആ പാത്രത്തിൻ്റെ കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം നോക്കാം. സോ ഇവിടെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ? ലെങ്ത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ലോങ് അല്ലേ, സോ ഇത് ഹൈറ്റ് കൊടുക്കാമേ. ഹൈറ്റ് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? വോളിയം ഈക്വൽ ടു 80 ഇൻറ്റു 20 ഇൻറ്റു 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഓക്കെ, വോളിയം നിങ്ങൾ യൂണിറ്റ് എഴുതുന്ന കാര്യമൊന്നും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് ദ വെസൽ, ആ വെസലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഓഫ് വെസൽ എന്ന് പറയുന്നത് വെസൽ ഈക്വൽ ടു 40,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ക്യൂബിൻ്റെ വോളിയം നമുക്ക് ക്യൂബിൻ്റെ സൈഡ് മെഷർ ഒന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ക്യൂബ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് എന്നാണ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എന്ത് ചെയ്താൽ മതി? നമ്മൾ 20 ഇൻറ്റു വോളിയം ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു 20 ഇൻറ്റു 20 ഇൻറ്റു 20, അതായത് 2 2 4 4 2 8, 8,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പാടുള്ള ചോദ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ടീച്ചർ പെട്ടെന്ന് ഇത് ഇട്ടപ്പം പൊങ്ങി വന്ന വെള്ളത്തിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ വരികയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊന്നുമില്ല. ജസ്റ്റ് കപ്പാസിറ്റി ഓഫ് ദ വെസൽ കണ്ടെത്തി, വോളിയം ഓഫ് ദ ക്യൂബും കണ്ടെത്തി, അത്രേ ഉള്ളൂ. മൂന്നാമതൊരു ചോദ്യം കിടപ്പുണ്ട് മക്കളെ. ഫൈൻഡ് ദ റേസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. ക്യൂബ് അതിനകത്തേക്ക് ഇട്ടപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ഇവിടെ വരണമല്ലോ. ഞാൻ പക്ഷേ ഇപ്പോഴാട്ടോ കണ്ടത്. അപ്പോൾ ഉയർന്നു വന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? അപ്പോൾ നമ്മൾ നോക്കുക, വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു 80 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. എത്ര പൊങ്ങി നമുക്കറിയില്ല. അതിനകത്തുള്ള ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റിന് ഈക്വലാണ് വോളിയം ഓഫ് എ ക്യൂബ്. വോളിയം ഓഫ് എ ക്യൂബ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ്? 8,000 സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് ഇട്ടപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് പൊങ്ങി. അപ്പോൾ പൊങ്ങിയ അളവാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 80 ഇൻറ്റു 20, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിഞ്ഞൂടാ, ഹൈറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹൈറ്റ് ഈക്വൽ ടു ഇവിടെ നിൽക്കുന്ന ഇൻറ്റു 80യും ഇൻറ്റു 20യും ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും കേട്ടോ. അപ്പോൾ ഇതെന്താവും? 8,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 20 എന്നാവും. ഞാൻ തിരിച്ചെഴുതുവാണേ. എച്ച് ഈക്വൽ ടു 8,000 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 20. ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഈ 0 കട്ട് ചെയ്യണം, ഈ 0 കട്ട് ചെയ്യണം. ബാക്കി എന്തുണ്ട്? 80 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2. നോക്ക്, ഈ 80 8 കട്ട് ചെയ്യാൻ എന്ത് എളുപ്പമാണ്? 10 വരും. 10/2 എന്താ? 5 അല്ലേ. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഹൈറ്റ് ഈ ചിത്രത്തിൽ എവിടെയാ? ഓപ്ഷൻ സി. ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ. ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഈസ് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ദ റൈസ് ഇൻ ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം. ദ റൈസ് ഇൻ
water level is 5 centimeter. അടുത്തത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യമാണ്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ ബൈ സീന റിഗാർഡിംഗ് ദ വോളിയം. വോളിയത്തിനെ സംബന്ധിച്ച് സീന 1-2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് only the length of a rectangular block is double, the volume will increases 4 times. The volume of rectangular block is to be doubled. The width should increase 4 times without changing the length and height. If the volume of a rectangular block is to be 4 times any of its two measures, length, width and height should be doubled. If the length, breadth, height of the rectangular block are doubled, the volume increases 8 times. നല്ല ടഫ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഓരോന്നും വേണമെങ്കിൽ ഒരു ചെറിയ നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നോക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ടീച്ചർ കൂടെ ഹെൽപ്പ് ചെയ്യാം. ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇഫ് ഓൺലി ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ്, ദ വോളിയം വിൽ ഇൻക്രീസസ് 4 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ വോളിയം എന്ന് പറയുന്നത് നോർമലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഇത് മാത്രം നമ്മൾ ഇരട്ടിയാക്കി. അതായത് വോളിയം ഈക്വൽ ടു 2L ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നാക്കി. അപ്പോൾ ഇവിടെ 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു L ഇൻറ്റു ബി ഏതെങ്കിലും ഒരെണ്ണം ഇൻക്രീസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം ഫുള്ളായിട്ട് 2 മടങ്ങാവുന്നു. ഇവിടെ അവർ എഴുതിയിരിക്കുന്ന 4 ടൈംസ് തെറ്റായ പ്രസ്താവനയാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2, ഇഫ് ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി ഡബിൾഡ്, ദ വിഡ്ത്ത് ഷുഡ് ഇൻക്രീസസ് 4 ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത് ആൻഡ് ഹൈറ്റ്. അത് തെറ്റായ പ്രസ്താവനയാണ്. എന്താണ് പറയാൻ കാരണം? ദ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ആൻഡ് ടു ഡബിൾ ദ വോളിയം ടു എന്താണ്? വോളിയം എന്തായി? 2V എന്നായി. ദ ന്യൂ വിഡ്ത്ത് എന്ന് പറയുന്നത് ഷുഡ് ബി എന്താണ്? നമ്മൾ പുതിയ വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് വിഡ്ത്ത് 4 ടൈംസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം ഡബിൾ ആക്കുന്നു. വോളിയം ഇപ്പോൾ യഥാർത്ഥ വോളിയം ഇതാണല്ലോ. വോളിയം നമ്മൾ ഡബിൾ ആക്കുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വിഡ്ത്ത് ഷുഡ് ഇൻക്രീസ് 4 ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത് ആൻഡ് ഹൈറ്റ്. ലെങ്തിനും ഹൈറ്റിനും നമ്മൾ മാറ്റമൊന്നും വരുത്തിയില്ല. ആർക്ക് മാറ്റം വരുത്തണം? ഈ ഡബ്ല്യുവിന് 4 മടങ്ങ് മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത് വോളിയം 2 മടങ്ങാവുന്ന. അപ്പോൾ ഡബ്ല്യുവിന് 4 മടങ്ങ് മാറ്റം വരുത്തുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഈ ബ്രെഡ്ത്തിനെ നമുക്ക് ഞാൻ പുതിയതിന് B' എന്ന് വല്ലതും വിളിക്കാമേ, അല്ലെങ്കിൽ ന്യൂ ബ്രെഡ്ത്ത് എന്ന് എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, വോളിയം എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ ടു L ഇൻറ്റു B' ഇൻറ്റു എച്ച്. എല്ലും എച്ചും ഇവിടെയുണ്ട്, ഈ എല്ലും എച്ചും ഇവിടെ ഉണ്ട്. അപ്പം 2B ഈക്വൽ ടു B'. എന്താ വരണ്ടേ? ബ്രെഡ്ത്ത് എത്ര ആയാൽ മതി? 4 അല്ല ആവേണ്ടത്, 2 മടങ്ങായിരുന്നു ആവേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ബ്രെഡ്ത്ത് 2B ആയാലേ പറ്റുള്ളൂ. 2 മടങ്ങാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വോളിയം 2 മടങ്ങ് കൂടി കിട്ടുള്ളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താ പറയുന്നത്? ഇഫ് ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി 4 ടൈംസ് any of its two measures, length, width and height should be doubled. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഡബിൾ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായി കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയാണോ? 3 ശരിയാണ് അല്ലേ? ഏതെങ്കിലും 2 ഇൻറ്റു 2 ആക്കി കഴിഞ്ഞാൽ വോളിയം 4 മടങ്ങാവും. അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ, ഇഫ് ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആർ ഡബിൾഡ്. 3 നമ്മൾ ഡബിൾ ആക്കിയാൽ വോളിയം 8 മടങ്ങാവും. ശരിയല്ലേ? വോളിയം ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. 3 ഡബിൾ ആക്കുകയെന്ന് വെച്ചാൽ 2L ഇൻറ്റു 2B ഇൻറ്റു 2H. അപ്പോൾ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 4 ടു 8 ഇൻറ്റു L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. കണ്ട് 8 മടങ്ങായില്ലേ? വോളിയം എന്തായി? 8 മടങ്ങ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരി. ആകെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് വൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്?
അല്ല 3യും 4ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ? അപ്പം 3യും 4ഉം ശരിയായിട്ട് പറയുന്നതിനകത്ത് ഏതാ? ഓപ്ഷൻ ബി മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ബാക്കി ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലേ? ഇത് രണ്ടും തെറ്റ്, ഇത് രണ്ടും ശരി. 3 and 4 ആർ കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ.